ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് അവസാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കണം മികച്ച റിട്ടേൺ മാർക്കറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നിക്ഷേപം നടത്തേണ്ടത് എന്നുള്ള പോയിൻ്റാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഗോൾ ബേസ്ഡ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പല മേഖലയിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഓരോ ഗോളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. നിങ്ങളൊരു അൾട്രാ ഷോർട്ട് ടൈം ഇൻവെസ്റ്ററാണ്, 3 വർഷമാണ് നിങ്ങളുടെ പീരീഡ്, പക്ഷേ നിങ്ങൾ സ്മോൾ ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ വലിയ മണ്ടത്തരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പീരീഡും റിസ്ക് പ്രൊഫൈലും ഒക്കെ നോക്കിയിട്ട് മാത്രമേ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളൊരു അഡ്വൈസറുടെ സഹായത്തോടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. എന്തായിരിക്കണം? പക്ഷേ ഗോൾ ബേസ്ഡ് പോർട്ട്ഫോളിയോ ആയിരിക്കണം. അത് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഗോൾ ബേസ്ഡ് അല്ല പോർട്ട്ഫോളിയോ എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റുള്ളവരും രണ്ടാമത്തെ പോയിന്റുള്ളവരും അത് റിവ്യൂ ചെയ്യണം. പോർട്ട്ഫോളിയോ ചേഞ്ച് ചെയ്യേണ്ടതാണെങ്കിൽ നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്, മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട 4 തരത്തിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി ഹൊറിസോണെ നമുക്ക് വിലയിരുത്താം. 1 ലോങ് ടൈം, 2 മീഡിയം ടൈം, 3 ഷോർട്ട് ടൈം, 4 അൾട്രാ ഷോർട്ട് ടൈം. ഈ 4 കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം? ഈ അൾട്രാ ഷോർട്ട് ടൈം ഇൻവെസ്റ്ററും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടൈം ഇൻവെസ്റ്ററുടെ പോർട്ട്ഫോളിയോ കോപ്പി ചെയ്തിട്ടാണ്. അവിടെയാണ് നിങ്ങളുടെ റിട്ടേൺ നെഗറ്റീവ് ആവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്ററാണ്, നിങ്ങളുടെ ഹൊറിസോൺ മോർ ദാൻ 10 ഇയർ ആണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പീരീഡ് ആണ്, 1-2 വർഷമായിട്ടുള്ള നെഗറ്റീവ് റിട്ടേൺ ആണ്, ഒരു കാരണവശാലും പേടിക്കേണ്ട. ബിക്കോസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടൈം ഹൊറിസോണിലേക്കാണ്.